ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ? നീ കുളിച്ചാടാ? നീ കുളിച്ചാ? ശരിക്കും ഞാൻ കുളിച്ചിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്താണ് കുളിക്കാണ്ട് പുറത്തു പോണത് കാരണം ഞാൻ ജിമ്മിന് പോവാണ് ഗൈസ്. ഞാൻ ജിമ്മിന് പോവാണ്. കൊറേ മറ്റെന്താണ് കൊറേ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിൽ ഒടുവിൽ ഞാൻ ജിമ്മിന് പോവാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറയുന്നത് ജിമ്മിന് പോകണം എന്നുള്ള പ്ലാനിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പണ്ട് എത്രത്തോളം പോകണം വെച്ചാൽ പോട്ടെ, തനിയെ കുറയട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ മിഞ്ഞാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മോളുടെ ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് വെറുതെ ഒന്ന് ഞാൻ ചവിട്ടി കാണിച്ചു കൊടുത്തോളൂ. പക്ഷെ വേദന സഹിക്കാൻ വയ്യാണ്ട് ഞാൻ വേദനയുടെ മരുന്ന് 2 ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഞാനായിട്ട് ചെയ്യണം, ഞാനായിട്ട് തന്നെ ചെയ്യണം, കുറയ്ക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ്ടപ്പോൾ ഞാൻ ജിമ്മിന് പോണത്. ഇവിടെ ആയിക്കോളൂ 2 മാസം മുന്നേ തന്നെ ഏട്ടൻ ഈ ജിമ്മിൽ പോയിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് അവിടുത്തെ ട്രെയിനറുടെ നമ്പറൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വർക്കൗട്ട് ഒന്നും പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനായിട്ട് നോക്കി. പക്ഷെ അപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടുള്ളത് എടുക്കരുത്, കാരണം എൻ്റെ കാലിൻ്റെ പ്രശ്നം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്ന അത്ര ഇതായിരിക്കില്ല. ഇപ്പം എത്രയായാലും അവിടെയുള്ള അപ്പുറത്തിരിക്കുന്ന ട്രെയിനർക്ക് ഫോണിൽ കൂടെയല്ലേ നമ്മളെ ഇതാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് വേറെ ഒന്നും നമുക്ക് ശരിക്കും ചെയ്ത് നേരെ കാണിച്ചു തരാനോ നമ്മുടെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞൊന്നും പറ്റില്ലല്ലോ. ഫോണിൽ കൂടെ അല്ല എങ്ങനെയായാലും ഇത് ഉണ്ടാവുക. അപ്പോൾ എന്നോട് ഓൺലൈനായിട്ടുള്ളത് അവോയ്ഡ് ചെയ്തിട്ട് ഓഫ്ലൈനായിട്ട് തന്നെ ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഓക്കെ പോയേക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് അതിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നേരെ ജിമ്മിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഏട്ടൻ പോകുന്നിടത്തേക്കല്ലാട്ടോ ഞാൻ പോകുന്നത്, ഞാൻ വേറെയാണ് പോകുന്നത്. ഞാൻ ലേഡീസ് ഓൺലി ആയിട്ടുള്ള ജിമ്മുണ്ട് ഇവിടെ ശരി. ഞാൻ അവിടേക്കാണ് പോകുന്നത്. കാരണം എനിക്കൊന്നും കൂടി ബെറ്റർ അതാണ്. കാരണം ഏട്ടൻ വൈകുന്നേരത്താണ് പോകുക. അത് ഏട്ടൻ മഞ്ചക്കല്ലിക്കാണ് കേട്ടോ പോവുക, മടത്തിപ്പുറത്തേക്കാണ് പോവുക. എനിക്ക് ഇവിടെ ടൗണിൽ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ കിടുവിനൊക്കെ ഏട്ടൻ കിടു വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടൻ പോകും. എനിക്ക് അങ്ങനെ വൈകുന്നേരത്തേക്ക് നിൽക്കാൻ എനിക്ക് പറ്റില്ല, കാരണം കിടു വരുന്ന ടൈമായിരിക്കും. അപ്പം ഞാൻ വെച്ചു എല്ലാ പണിയും കഴിഞ്ഞ് മോളെ അവിടെ ഇട്ടിപ്പിച്ച് സെറ്റാക്കി അവൾക്കും കഴിക്കാൻ കൊടുത്ത് എല്ലാം സെറ്റായി പിടുത്ത പണിയൊക്കെ കഴിഞ്ഞ് ഈ ടൈമൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഏട്ടൻ എണീറ്റ് ഏട്ടൻ പല്ലേപ്പി ചാവടി കഴിയുമ്പോഴേക്കും 11 എന്തായാലും അപ്പോഴേക്കും എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അല്ലാണ്ട് ശാക്ര എങ്ങനെയുണ്ട് എൻ്റെ റൂം പ്ലാൻ അതൊക്കെ. അപ്പം ഞാൻ നേരെ 11:30 എന്തായാലും. കാരണം നമ്മൾ എത്ര ഇതിലൂടെ ഇപ്പം ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരുപാടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പോരും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അപ്പൊ ഇനി നിനക്ക് ഒരിക്കലും ജിമ്മിന് പോകാൻ പറ്റില്ല. അവൻ ടൈം എടുത്തിട്ട് അവരുടെ കമ്പിയൊക്കെ വാർത്തതിന് ശേഷം പോകുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഇപ്പൊ ജിമ്മിൽ ഹൈസ്കൂൾ റോഡാണ് കേട്ടോ. ഹൈസ്കൂൾ റോഡിന് കാറമണ്ണ കൂട്ടി കയറുന്നല്ലടാ, അങ്ങനത്തെ പറയാ. അതെ. അപ്പൊ നമ്മള് നേരെ ഇതാണ് ഇന്നെ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നത്. അവിടെ ലേഡീസ് ഓൺലി ആണ് കേട്ടോ. ഏട്ടൻ പോണത് യൂണിസെക്സ് ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരാം. പക്ഷെ ഞാൻ പോണത് ലേഡീസ് ഓൺലിക്കാണ് കേട്ടോ. ഇവിടെ മറ്റേ ക്ലിനിക്ക് ഉണ്ട് ഹൈസ്കൂൾ റോഡിൻ്റെ അവിടെ. മറ്റേ ക്ലിനിക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ജിമ്മുള്ളത് കേട്ടോ. ഞാൻ ഏട്ടനാണ് അതിന് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഞാൻ അന്നേ വരെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ടബിൾ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റൊന്നും ആയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ എത്തി. ഒരു 11:45 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 12:30 ആകുമ്പോഴേക്കും ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ രാവിലെ തന്നെ അല്ല, ഞാൻ വന്നപ്പോൾ തന്നെ മുട്ട പുഴുങ്ങാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറും കുറച്ച് വെജിറ്റബിൾസും കറിയും മുട്ടയൊക്കെയാണ് എടുത്തത്. അപ്പോൾ എൻ്റെ കഴിക്കൽ കഴിഞ്ഞ് അപ്പോൾ മോള് ഞാൻ കഴിക്കുന്ന സമയത്ത് അവൾ മാങ്ങ തിന്നായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കഴിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ കഴിക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഉമ്മോൾക്ക് കഴിക്കാൻ കൊടുക്കാണ് കേട്ടോ. ഉമ്മോൾക്ക് ഞാൻ
എന്താ ചോറും ക്യാരറ്റ് ഉപ്പേരിയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവളെപ്പോഴും പറയണം അപ്പം ഞാൻ മാങ്ങ തിന്നാണ്, ഒരു മിനിറ്റ് ഇങ്ങനെ തിന്നട്ടെ, മാങ്ങയുടെ തോല് മാത്രം ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമാങ്ങ, പഴുത്തമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പം അവൾ പറഞ്ഞു ഇനി ഞാൻ ഒറ്റയ്ക്ക് ചോറുണ്ടോളാം, അമ്മ ഉരുട്ടി തന്നാൽ മതി, മീൻസ് ഇങ്ങനെ ബോൾസാക്കി വെച്ച് കൊടുക്കൂലേ, അങ്ങനെ ആക്കി തന്നാൽ മതി, അവൾ ഒറ്റയ്ക്ക് തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അതൊക്കെ കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് എനിക്ക് അവരിപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാനും റയറായിട്ടൊക്കെയാണ് ഞാൻ വാരി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുള്ളൂ. അല്ലെങ്കിൽ അവർ രണ്ടാളും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും മാത്രമല്ല അവർ വേസ്റ്റും ഉണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയും ചെയ്യും. അവരെന്നെ പാത്രം കഴുകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം കഴുകുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ അത് ഞാൻ പുതിയതായിട്ട് ഞാൻ പഠിപ്പിച്ചത് ശീലമാണ്. അവനാൻ്റെ പ്ലേറ്റ് അവനാൻ തന്നെ എടുത്ത് വയ്ക്കുക, വേസ്റ്റ് കളയി കഴുകി വയ്ക്കുക എന്നുള്ളത് അതിപ്പോഴേ ശീലിപ്പിക്കണത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർക്കത് അറിയുന്നൊരു പ്രായമായല്ലോ. അപ്പോൾ അവൾ കഴിക്കേണ്ട ടൈം കൊണ്ട് ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിനുള്ള ലേണിങ്സിലുള്ള ബുക്കിൽ നിന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വന്ന് നോക്കി പോകുമ്പോഴത്തെ ആ ബോൾസ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ആകെ 3-4 കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആവാറായപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയും ഞാനും അൻഷാ ശാക്കറും കൂടിയിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ ഇവിടെ കൃഷി തുടങ്ങില്ലേ എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഏട്ടാ നിങ്ങള് വേർത്ത നോക്കുമല്ലോ, അസുഖം വരും കേട്ടോ. വല്ല വയർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഏട്ടനോട് ഡോക്ടർ. ഏട്ടാ എന്തപ്പോ ഇത് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ചാണകോ, ഇതെന്താ ചാണകം? പൊന്നു വളയുന്ന മണ്ണാണ്. ഞാൻ ചാക്കര വിചാരിച്ച ഇവിടെ രണ്ടോ ഒരെണ്ണത് അത് കൂടെ ഓടുന്നു, ഒരെണ്ണത്തിന് മേലെ ഇച്ചിരി പോയി പിന്നെയും പോയി നിക്കണു. ഏട്ടന് കൃഷി ചെയ്യാൻ മുട്ടിയിട്ട് പോയതുകൊണ്ട് മൂച്ചിന്റെ ഇലയൊക്കെ എടുത്തായിരിക്കും കവറിലാക്കിട്ട്. ഇതാരും പറഞ്ഞ മൂച്ചിന്റെ ഇല ഉള്ളിൽ ഇടണമെന്ന്. വഴുതനങ്ങളുടെ കൂടെ മൂച്ചിറ ഇട്ട് കഴിഞ്ഞാൽ വളർന്നു വരുന്ന വഴുതനക്ക് മൂച്ചിറ പോലെ ഇതുണ്ടാവും. കാട്ട സമയല്ല എനിക്ക് മോളെ, നിന്നോട് ഞാൻ മണ്ണിയെ കളിക്കരുന്ന് പറഞ്ഞല്ലേ? ഒപ്പം അനുസരിക്കും. അതോ ഇപ്പൊ അനുസരിക്കില്ലാന്ന്? അവിടെ വെക്കി മാറി 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 ഇതിലൊക്കെ എവിടെ കൊണ്ടു ഇത് കാര്യട്ടാണ്. അവിടെ വേറെ വേറെ പഠിക്കും. ഇത് കുറച്ചുകൂടെ ഞാൻ വീട്ടിലല്ലേ എന്നോട് ഇന്നലാണ് ഞങ്ങളുടെ കൃഷിയും എന്താണ് ഒരു മാങ്ങ പറിച്ച് തിന്നലും എല്ലാം കഴിഞ്ഞ് വന്ന് പിള്ളേരെ മേലേച്ച് കിടനെ പഠിപ്പിക്കലും കഴിഞ്ഞ് അവർക്ക് ഫുഡും കൊടുത്ത് പിന്നെ എൻ്റെ പണി കിച്ചൺ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും പറയുന്നത് കിച്ചൺ നീറ്റാക്കി വെച്ചിട്ട് കിച്ചൺ നീറ്റാക്കി വെച്ചിട്ട് നമ്മുടെ കിച്ചണിൽ അത്രയും സ്പേസേ ഉള്ളൂ. നമ്മുടെ ആയത്ത് വീട് നിങ്ങൾക്ക് അറിയാലോ, നല്ല സ്പേസുള്ള കിച്ചണായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇല്ല ഗൈസ്. കവർ നമ്മൾ കുറേ പാത്രങ്ങൾ പുറത്ത് കിടൂന് പണ്ടത്തെ തൊട്ടിലാണ് എടുത്ത് വെച്ചേക്കണേ. ഒരുപാട് സ്പേസ് കുറവുണ്ട്. സാല ഗൈസ് അതൊക്കെ ഇപ്പോൾ താൽക്കാലികം മാത്രമാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്പേസ് ഞങ്ങൾ നല്ല നീറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമൊന്ന് ഡെയിലി ഇല്ലെങ്കിൽ ഞാൻ രാത്രി ഡെയിലിക്ക് പറ്റിയാലും ഒന്നരാടൊക്കെ ഞാൻ റൂം ഫുള്ളൊന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് അടിച്ചു വാരി തുടച്ചിട്ട് കേട്ടോ, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക് ഒക്കെ കയറി വരുമ്പം പിള്ളേർ കളിച്ച ടോയ്സും കുറേ മണ്ണും പൊടിയൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ കയറി വരുമ്പോൾ ഏട്ടന് ദേഷ്യം വരും. ഏട്ടനോട് അത് പിള്ളേർ കളിച്ചതെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് നമ്മൾ ചീത്ത വെക്കണം. അപ്പോൾ വെറുതെ എന്തിനാണെന്ന് വെച്ചാൽ ഞാനത് നീറ്റാക്കി വെക്കും കേട്ടോ ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് ഫുള്ളൊരു എയർ സ്പ്രേ മറ്റേ റൂം സ്പ്രേ കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുക ഗൈസ്. അപ്പോൾ ടാറ്റാ.